പച്ചക്കൊടിയുമായി വരണ്ട, വോട്ട് വേണം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഒരു നേതാവിന് ആ വാഹനത്തോടൊപ്പം ആ ജാഥയിൽ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിച്ചതിന്റെ തീ ആളിക്കത്തുകയാണ്. എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തില് സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം? ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ദിവസങ്ങളേ ഉള്ളൂ. തലക്കുള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ട അവസാന നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോവുക. ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിവെക്കുക. ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി, ഒരുപാട് സാമുദായിക നേതാക്കൾക്ക് മാറ്റം വന്നു. ബഹുമാനായ മുത്തു ജിഫ്രിക്കോയ തങ്ങളടക്കം. എന്തേ മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇന്നെടുത്ത നിലപാട് തന്നെയാണ് 10-25 വർഷം മുമ്പ് ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ എടുത്തത്. മുസ്ലിം ലീഗിന്റെ ഈ നിലപാടുകൾ സമുദായത്തിനെതിരാണ്, മുസ്ലിം ഉമ്മത്തിനെതിരാണ്, ഈ നാടിനെതിരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തു. 2024 വീണ്ടും ആവർത്തിച്ചാൽ ഈ